വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളീ കാണുന്ന പോലെ ഞാനിപ്പോൾ വീട്ടിലല്ല, ഒരു യാത്ര പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. അപ്പം എല്ലാവരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ എവിടെ പോയാലും ടൈം വേസ്റ്റ് ചെയ്യരുത്, പഠിക്കണം. അപ്പോൾ അത് ശരിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക്. പക്ഷേ എല്ലാവരും പറയും ഇങ്ങനെ ചെറിയ നോട്ടുകളൊക്കെ ആക്കിയിട്ട്, പേപ്പർ നോട്ട്സൊക്കെ ആക്കിയിട്ട് നമ്മൾ ട്രാവലിങ്ങിൽ കയ്യിൽ വെച്ചിട്ട് പഠിക്കാറുണ്ട്. അത് നോക്കിയിട്ട് ആ ടൈം വേസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ട്രാവലിങ്ങിൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ മൊബൈൽ നോക്കാനൊക്കെ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ കുറച്ച് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് ഛർദി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാവലിംഗ് സമയത്ത് ഇങ്ങനെ പഠിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്ക് കയ്യിൽ വയ്ക്കും, ഏതെങ്കിലും ഒരു ബുക്ക് കയ്യിൽ വയ്ക്കും, ഒരു നോട്ടും വയ്ക്കും. അപ്പോൾ എന്നിട്ട് പോയ സ്ഥലത്ത് അവിടെ എത്തിയതിന് ശേഷം പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ ട്രാവലിംഗ് ടൈമിൽ ബുക്ക് നോക്കി വായിക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കി പഠിക്കുക എനിക്ക് അത്ര പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതാ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ബുക്ക് റാങ്ക് ഫയൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടോപ്പിക്ക്, നമ്മുടെ സിലബസിലുള്ള വിദേശ കാര്യം അല്ലെങ്കിൽ എന്താ വിദേശ നയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ചേരിചേരാ പ്രസ്ഥാനം, പഞ്ചശീല തത്വങ്ങൾ, അതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാങ്ക് ഫയലിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം കിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ പറയുക, കുറച്ച് ഈ ഒരു ചെറിയ ടോപ്പിക്ക് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയം അനുസരിച്ച് എവിടെ പോയാലും പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുക, ആവശ്യമുള്ള ടോപ്പിക്ക് കൂടുതൽ പഠിക്കാം. ഞാനൊരു ചെറിയ ടോപ്പിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കറണ്ട് അഫെയർസ് നോക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫെയർസ് ഞാൻ ഓൺലൈൻ യൂട്യൂബിലാണ് നോക്കുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസ് അതിൽ നിന്ന് കുറച്ച് കറണ്ട് അഫെയർസും നോക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ് കേട്ടോ. റെഡ് ഇങ്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോവാണ് ചെയ്യുന്നത് മെയിൻ പോയിൻറ്റ്സ്. കാരണം നമ്മളിതൊക്കെ ഒരുവിധം നോക്കിയ ടോപ്പിക് തന്നെയാണ്. നമ്മൾ പ്രിലിംസിനൊക്കെ നോക്കിയ ടോപ്പിക് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വേഗം വേഗം ഞാനൊരു റിവിഷൻ പോലെ നടത്തി പോവാണ്. കിട്ടാത്തത് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും, ഒരു റൗണ്ട് ഇട്ട് വയ്ക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതാണ് നമുക്ക് കിട്ടാത്ത പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. അത് എല്ലാ റാങ്ക് ഫയലും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നോട്ട്സൊന്നും ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. നോട്ട്സ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് കറണ്ട് അഫെയർസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം കറണ്ട് അഫെയർസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കറണ്ട് അഫെയർസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഇംഗ്ലീഷൊക്കെ ചിലത് നമുക്ക് സിനോണിംസ് അങ്ങനെ വരുന്നുണ്ടല്ലോ വൊക്കാബുലറിയുടെ സെക്ഷനിൽ, അതിങ്ങനെ ജസ്റ്റ് സ്റ്റിക്കി നോട്ട്സിലാക്കിയിട്ടേ കിട്ടാത്ത ഞാൻ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്, അത് പെട്ടെന്ന് കാണുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ യാത്രയിൽ കുറച്ച് സ്റ്റിൽസൊക്കെ ഞാനിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ. അപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സിന് ഞാനിങ്ങനെ ഒരു സ്പൈറൽ നോട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മൊബൈലിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് അഫെയർസ് ഞാൻ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കിട്ടാത്തത് മാത്രം, നമുക്കറിയാത്ത പോയിൻറ്റ്സ് മാത്രം ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ നോട്ട് പോസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു പോയിൻ്റ് എഴുതും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ, അതാണ് ആ കാണിച്ചത്. അപ്പോൾ അത് തിരിച്ചുള്ള യാത്രയാണ്. പിന്നെ അപ്പോൾ ഞാൻ അത്ര തന്നെയാണ് ആ ഒരു ദിവസം പഠിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല ഞാൻ. പിന്നെ മോൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ചെറിയ വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.